നമസ്കാരം. ഒരു 30-40 കഴിഞ്ഞ സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്കിന്നിലെ ഇഷ്യൂ ആണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ കരിമംഗല്യം എന്നുള്ളതും അതുപോലെ വായ്ക്ക് ചുറ്റും വരുന്ന ഒരു പ്രത്യേകതരം ഡാർക്ക് കളറും ഒക്കെ തന്നെ. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് പാടെ മാറ്റാൻ പറ്റുമോ എന്നുള്ളതൊക്കെ സംശയം ചോദിക്കാറുണ്ട്. ഇത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല, എന്നാൽ നമുക്കതിനെ മാറ്റിയെടുക്കാനും പറ്റും. അതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളും അതുപോലെ തന്നെ ഒരു അടിപൊളി ക്രീമും ഞാനിതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. എപ്പോഴും തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് നമുക്കൊരു ഏജ് എത്തുമ്പോഴാണ്. ഈ ഏജ് മെലാനിൻ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് സ്കിന്നിൽ വരുന്ന ചില വ്യത്യാസങ്ങളാണ് ഇതൊക്കെ തന്നെ. അതല്ലാതെ ചില ഹോർമോണൽ വേരിയേഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളാവാം. അതുപോലെ ഇതിനെ ട്രിഗർ ചെയ്യുന്ന മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് കൂടുതൽ സൺ എക്സ്പോഷർ ആകുമ്പോൾ, അതായത് നമ്മൾ വെയിലത്തേക്ക് എപ്പോഴും വെയിലുള്ള സമയങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ SPF അടങ്ങിയിട്ടില്ലാത്ത ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഈ സൺക്രീം ഒന്നും ഉപയോഗിക്കാതെ വരുമ്പോഴൊക്കെ സ്കിന്നിനെ പെട്ടെന്ന് ഇറിറ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ സൂര്യരശ്മികൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ സ്പോട്ടുകൾ ചെറുത് തന്നെ വലുതായി വരികയും സ്കിൻ ഇറിറ്റേഷൻ വരാനൊക്കെ സാധ്യതയുണ്ട്. ഇതങ്ങനെ ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളും വേദനയൊന്നും ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിലും ഇത് നമുക്ക് സ്കിന്നിൽ പടർന്ന് പിടിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് നേരിട്ടുള്ള സൂര്യരശ്മികൾ ഏൽക്കാതെ ഇരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സൺക്രീം ഉപയോഗിക്കുന്നത്, ശരിയായിട്ടുള്ള ഒരു സ്കിൻ കെയർ, അതിൽ തന്നെ നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുന്നത്, ക്ലെൻസിങ്ങും ടോണിങ്ങും മോയ്സ്ചറൈസിങ്ങും, ഈ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. പിന്നെ SPF എപ്പോഴും തന്നെ വളരെ നിർബന്ധമായിട്ടുള്ളതാണ് നേരിട്ട് വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ. അതുപോലെ നമ്മൾ കഴിക്കേണ്ട ചില ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളത് വളരെ നിർബന്ധമാണ്. കാരണം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോണൽ വേരിയേഷൻ ആണ് എന്നുള്ളത്. അതങ്ങനെ ഒരു ഗുളിക കഴിച്ചതോ എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് എടുത്തത് കൊണ്ടോ ഒന്നും ഒറ്റയടിക്ക് മാറിക്കിട്ടുന്ന ഒന്നല്ല. അത് കുറച്ച് എഫേർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇടേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് ഇതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നത്, നന്നായിട്ട് ഉറങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ ബാലൻസ്ഡ് ഡയറ്റിൽ ധാരാളം ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തുന്നതും, പിന്നെ തവിട് കളയാത്ത ധാന്യങ്ങൾ, മുഴുവനായിട്ടുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്, ഹെൽത്തി ഫാറ്റ് ഉപയോഗിക്കുന്നത്, അൺഹെൽത്തി ആയിട്ട് ഇന്ന് നമ്മൾ പറയുന്ന പോലെ അമിതമായിട്ടുള്ള സ്പൈസി ഐറ്റംസ്, ഓയിലി ഐറ്റംസ്, പ്രോസസ്ഡ് ഫുഡ്, ടിൻഡ് ഫുഡ്, ഇതൊക്കെ തന്നെ ഒഴിവാക്കുന്നത്. ഇതൊക്കെ ഒഴിവാക്കാൻ പറയാൻ കാരണം ഇതെല്ലാം നമ്മുടെ പിത്തദോഷത്തെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിനെ തീർത്തും ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. നമുക്ക് എപ്പോഴും ഓയിലി ആയിട്ടുള്ളത്, ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ വൈറ്റമിൻ C കണ്ടന്റ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതൊക്കെ ഉപയോഗിക്കുന്നത് വഴി വളരെ വ്യത്യാസം വരും. നമ്മളിത് പുറമേക്കുള്ള ഒരു അപ്ലിക്കേഷനാണ്, ഇതിൻ്റെ ഒരു മെഡിസിൻ എന്ന് വിചാരിക്കരുത് കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് ഇൻറ്റേർണൽ ക്ലെൻസിങ് വളരെ അത്യാവശ്യമാണ്. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ ഹോർമോൺ വേരിയേഷൻ കൊണ്ടായാലും അല്ല നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കായാലും മാറ്റം വരുത്താൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്പുകൾ ഞാൻ പറയട്ടെ. ഒന്ന് നമ്മുടെ ടെർമറിക് എന്നുള്ളത് തന്നെയാണ്. ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അപ്പോൾ ഈ ടെർമറിക് നിങ്ങളുടെ സ്കിന്നിന് മാച്ചാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡെയിലി തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ടും ഒരു തെറ്റില്ല. ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ റെജുവിനേഷന് സഹായിക്കുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് ഒരു ഓപ്ഷനാണ് ഫ്രഷ് അലോവേര എന്നുള്ളത്. ഈ ഫ്രഷ് അലോവേരയുടെ പൾപ്പ് നിങ്ങൾക്ക് സ്കിന്നിൽ മസാജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. അത് സ്കിന്നിൻ്റെ ഒരുവിധം എന്ത് ഇറിറ്റേഷൻ ആയാലും എന്ത് ഹീലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്, ഈ പിഗ്മെൻറ്റേഷൻ സ്പോട്ടുകളൊക്കെ തന്നെ ചെറുതായിട്ട് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയും കൂടെ ഈ ഒരു അലോവേര നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദത്തിൽ തന്നെ വളരെയധികം എടുത്തു പറയപ്പെടുന്ന ഒരു ഔഷധമാണ് ലിക്വറൈസ് അല്ലെങ്കിൽ ഇരട്ടി മധുരം എന്നുള്ളത്. ഇത് പൊടിയായിട്ടും സ്റ്റിക്കായിട്ടും എല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഉണക്കി പൊടിച്ച് നമുക്ക്
വീട്ടിലെടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള പൊടി വാങ്ങിക്കാൻ കിട്ടും. ഇതുപയോഗിച്ച് ഫേസ് പാക്കുകൾ ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ്. മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. സ്കിൻ ബ്രൈറ്റനിങ് ഏജൻ്റ് ആണ് എന്ന് വേണം ഇതിനെ പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയും കൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നീം അല്ലെങ്കിൽ ആര്യവേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് ഇതുപോലെയുള്ള പിഗ്മെൻറ്റേഷനെ കുറയ്ക്കാൻ നല്ലതാണ്. സാൻഡൽവുഡ് പേസ്റ്റ് നമുക്ക് എടുത്തിട്ട് അത് അല്പം റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു കൂളിംഗ് എഫക്റ്റ് ഇതിന് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. ഇനി മറ്റൊന്നാണ് മഞ്ചിഷ്ട എന്നുള്ളത്, മഞ്ചട്ടി എന്ന് പറയുന്നത്. ഈ മഞ്ചിഷ്ടയും അതുപോലെ ലിക്വറൈസും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് നമ്മളൊരു ക്രീം തയ്യാറാക്കിയിട്ടില്ലേ, ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ട് റിസൾട്ട് കണ്ടിട്ടുള്ള ഒരു ക്രീം ഇത് തന്നെയാണ്. ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിൽ ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് സ്ട്രെസ് റിലീഫ് ചെയ്യാൻ പറ്റുന്ന എന്ത് ടെക്നിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. യോഗയോ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസോ നിങ്ങളുടെ ഹോബീസോ എന്ത് വേണമെങ്കിലും. സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അത്തരം ഹോർമോൺ ലെവലുകൾ ഒക്കെ തന്നെ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി ഇത് സഹായിക്കും. അതിന് നമ്മുടെ ശരിയായിട്ടുള്ള ഉറക്കം ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണ്. ശരിയായിട്ടുള്ള ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഹോർമോണുകളൊക്കെ തന്നെ ഒരു താളപ്പിഴവ് സംഭവിക്കാറുണ്ട്. ഇനി അതുപോലെ ഒരുപാടേറെ പഞ്ചകർമ്മ പ്രൊസീജിയർ നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഒത്തിരി കാര്യങ്ങൾ പഞ്ചകർമ്മ എന്ന് പറയുമ്പോൾ തന്നെ ബോഡിയെ ക്ലെൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് അകമേ ആയാലും പുറമേ ആയാലും എല്ലാം നമ്മൾ ഈ പഞ്ചകർമ്മ പ്രൊസീജിയറിൽ ചെയ്യുന്നത് പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ എന്നുള്ളൊരു മെത്തേഡാണ്. അതിൽ ഒന്ന് വയറിളക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ മറ്റുള്ള ചെറിയ രീതിയിലുള്ള ക്ലെൻസിങ് നമ്മൾ ഡെയിലി നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്നുള്ളത് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എല്ലാ ബോഡിയിലെ സ്കിന്നിനെ മൊത്തത്തിലായാലും ഒരു അഭ്യംഗം, ഒരു ചെറിയ വാം ഓയിലിൽ നമുക്കൊരു അഭ്യംഗം ചെയ്യുന്നത് ഇതുപോലെയുള്ള നമ്മുടെ സർക്കുലേഷനെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ നസ്യം എന്ന് ചെയ്യുന്നത് അണുതൈലം ഉപയോഗിച്ച് നസ്യം ചെയ്യാനുള്ള കാര്യമായാലും അത് ഡയറക്റ്റായിട്ട് നമ്മുടെ റെസ്പിറേറ്ററി ഇഷ്യൂസിനെയൊക്കെ മാറ്റി ഹെൽത്തി ആക്കി വെക്കാൻ സഹായിക്കുന്നു എന്നുണ്ടെങ്കിലും ഇൻഡയറക്റ്റായിട്ട് ചില ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്തും ഇത്തരം പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ സഹായിക്കും. അതുപോലെ അമിതമായിട്ട് മുടി കൊഴിച്ചിലുള്ളവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. സൈനസ് ഇഷ്യൂ ഉള്ളവർക്ക് നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ ആയുർവേദത്തിലെ ചില ക്ലെൻസിങ് മെത്തേഡുകളാണ്. ഇനി ഇത്തരം കവിളിലൊക്കെ വരുന്നതും നെറ്റിയിൽ വരുന്നതും മാത്രമല്ലാത്ത ചില പിഗ്മെൻറ്റേഷൻ കേസുകളുണ്ട്. നമ്മുടെ വായ്ക്ക് ചുറ്റും വരുന്ന ഒരു ഡാർക്ക്നെസ് പലർക്കും ഫീൽ ചെയ്യാറുണ്ട്. അത് ഒരുപാട് പേര് സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതിനെന്താണ് സൊല്യൂഷൻ എന്നല്ലേ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെയും റീസൺ. അതിന് പുറമെ പിഗ്മെൻറ്റേഷൻ വരാനുള്ള ചില കാരണങ്ങളും കൂടെയുണ്ട്. പലപ്പോഴും നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെ ചില കെമിക്കൽ റിയാക്ഷൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഫേസിൽ ഇംപ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന ചില ക്രീമുകളുടെ അല്ലെങ്കിൽ ആ ക്രീമിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അത് ആ ക്രീം എന്തിനാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് എന്നുള്ള ബോധ്യമില്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചില റിയാക്ഷൻ കൊണ്ടും അങ്ങനെ വരാറുണ്ട്. അതുപോലെ പല്ലിൽ കമ്പി ഇട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ മെറ്റലിൻ്റെ റിയാക്ഷൻ കൊണ്ട് ചിലപ്പം ഇത്തരം പ്രശ്നങ്ങൾ വരാറുണ്ട്. ലിപ്സ്റ്റിക്ക് പല വിധത്തിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് വരാറുണ്ട്. മാസ്ക് കൂടുതലായിട്ട് ഒരുപാട് സമയം ഉപയോഗിക്കുമ്പോൾ അതിങ്ങനെ അമർന്നിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയും ചിലർക്ക് വായ്ക്ക് ചുറ്റും കാണപ്പെടാറുണ്ട്. ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും അല്ലെങ്കിൽ വൈറ്റമിൻ സി ഉള്ളിലേക്ക് എടുക്കുന്നതും നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള ക്രീമുകൾ അപ്ലൈ ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതിന് പുറമെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തക്കാളിയുടെ നീര് ഉപയോഗിക്കുന്നത് ഇതിന് നല്ലതാണ്. മുൻപ് പറഞ്ഞിട്ടുള്ള അലോവേര, ടർമറിക് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാം. അതുപോലെ കുങ്കുമാതി തൈലം, നാൽപ്പാമരാതി വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ മാറ്റാൻ നല്ലതാണ്. ഇനി ഇതൊക്കെ വാങ്ങിക്കാൻ അല്പം കോസ്റ്റ്ലി ആണെങ്കിലും നമുക്ക് വീട്ടിൽ നിസാരമായിട്ടുള്ള ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ സ്കിൻ കെയർ ഓയിലുകൾ ഒരു 2-3 ഓയിലുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് ഫേസ് മസാജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി അതല്ലാതെ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഞാനിവിടെ പറയട്ടെ. അത് ചെറുപ്പക്കാരിലും മുതിർന്നവരിലും ഒക്കെ തന്നെ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ തന്നെ ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗമാണ്.
ബെഡിൽ കിടന്നുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എത്ര പേരുണ്ടാവും? രാത്രി സമയങ്ങളിൽ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ആ ഇരുട്ടത്ത് ഇതുപോലെ ഫോൺ കണ്ടിരിക്കുന്നവരുണ്ട്. രാത്രിയിൽ ഇത്തരം സ്ക്രീൻ ടൈം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഒരു വില്ലൻ തന്നെയാണ് ഈ ഒരു സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. അപ്പം ഇതിലെ ഈ ബ്ലൂ ലൈറ്റ് എപ്പോഴും നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷനിൽ വളരെയധികം വ്യത്യാസം വരുത്തുന്നുണ്ട്. അത് ഇത്തരം സ്കിൻ കണ്ടീഷൻസ്, അത് മുഖത്ത് വരുന്ന പിമ്പിൾസ് ആയാലും അല്ലെങ്കിൽ സ്കിന്നിലെ മറ്റ് ഇഷ്യൂസ് ആയാലും ഒക്കെ തന്നെ വളരെയധികം മോശമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്ക്രീൻ ടൈം എന്നുള്ളത് ഒരു മാസം, അറ്റ്ലീസ്റ്റ് ഒരു മാസം 2 മാസമെങ്കിലും രാത്രി ഉള്ള ഫോണിൻ്റെ ഉപയോഗം ഒന്ന് കുറച്ച് നോക്കും. സ്കിന്നിൻ്റെ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്നും വളരെ ചിലവില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.